ഹായ് ഗായ്സ്, ഇത് കൊച്ചി മറൈൻ ഡ്രൈവിലുള്ളൊരു ഫ്ലവർ ഫെസ്റ്റിവലാണ്. പെട്ടെന്ന് കണ്ടു, പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു, പെട്ടെന്ന് കയറി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഓൾമോസ്റ്റ് ഇത് ക്ലോസിംഗ് ടൈം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വീതി വിസ്താരത്തിൽ തന്നെ ഇത് ഫുൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. കാരണം മറ്റാരും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഫുൾ ക്യാപ്ചർ ചെയ്യാനുള്ള ആ ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്ലോലിയാണ് ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തത്. എനിക്ക് അങ്ങനെ ചെടികളൊന്നും അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. പക്ഷെ ഇവർ ഈ സെറ്റ് ചെയ്തേക്കുന്നതും പിന്നെ ഇത്രയും ചെടികളും പൂക്കളും എല്ലാം ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു വാവ് ഫാക്ടറിനെ അടിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ ഫിഷിനെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് തീറ്റ കൊടുക്കുന്നതായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പട്ടിഷോയാണ്. അപ്പോൾ അവർ തന്നെ എനിക്ക് കുറച്ച് തീറ്റയൊക്കെ തന്ന് ഞാൻ അത് അവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്ത് രണ്ടിനും എടുത്ത് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോയാലെന്ന് വരെ ചിന്തിച്ച്. എനിക്ക് ഈ ചെടികളെയൊക്കെ കാട്ടും കൂടുതൽ ഇഷ്ടം ഈ ഫിഷിനെയും അതുപോലുള്ള ജീവനുള്ളതിനെയും ഒക്കെയാണ് ഇഷ്ടം. പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്കിനും ഇവർ ഈ സെറ്റ് ചെയ്തേക്കുന്ന ഈ ഫ്ലവേഴ്സും ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഈ വാട്ടറിൻ്റെ ഈ സെറ്റ് ചെയ്തേക്കുന്ന ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കിന് എറിച്ചിൽ ദേഹത്തോട്ട് അടിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. അതുപോലെ ഇവർ ഈ ഒരു ഹൗസ് ബോട്ട് പോലെയൊക്കെ ഫ്ലവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ അറേഞ്ച്മെൻറ്റ്സിലായിരുന്നു ഇവർ സെറ്റ് ചെയ്തേക്കുന്നതായിരുന്നു കുറച്ചും കൂടി കാണാൻ രസമെന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് കുറേ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കുറേ ഫ്ലവേഴ്സും ചെടികളും പൂക്കളും എല്ലാം കാണാൻ പറ്റി. പിന്നെ ഇതിൻ്റെ അകത്ത് ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഊഞ്ഞാലൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് അതിൻ്റെ അകത്ത് ഇവർ ഈ ഒരു സ്മോക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മൂന്നാർ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു കുട എഫക്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെ. നമ്മൾ ഇങ്ങനത്തെ സ്മോക്ക് കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തപ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വലിയൊരു കുളം കുഴിച്ചിട്ട് അതിൻ്റെ അകത്തൊരു വലിയൊരു മീനെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.